ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് പറഞ്ഞാൽ ഐട്ടൺ ആണ്. ഐട്ടൻ്റെ ഗിയർ ബോക്സ് ഇറക്കി വെച്ചിട്ടുള്ളതാണ്. ഗിയർ ബോക്സ് ഇറക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ ഗിയറിൻ്റെ സമയത്ത് ഗിയർ ഭയങ്കര ടൈറ്റ്, ചില സമയത്ത് ഗിയർ വീഴില്ല, ഭയങ്കര ടൈറ്റും പിന്നെ സൗണ്ടും കാര്യങ്ങളും വേണം. ക്ലച്ചിൻ്റെ പെഡലിന് ഭയങ്കരമായിട്ട് പ്ലേ ചെയ്യും. പ്ലേ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് പ്ലേ. അതൊക്കെയാണ് കസ്റ്റമറെ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് സഹിച്ചു നോക്കി, ക്ലച്ചും കാര്യങ്ങളും നോക്കിയാൽ ക്ലച്ചിന് തേയ്മാനം അങ്ങനെ അധികമൊന്നുമില്ല, നോർമൽ തേയ്മാനമുള്ളൂ, ഫുള്ളായിട്ട് തീർന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഐട്ടനിൽ ഒരു മെയിനായിട്ട് കംപ്ലയിൻ്റ് ഉള്ളതാണ്. ഇങ്ങനെ ക്ലച്ച് ഗിയർ വീഴില്ല, ഗിയറിന് ടൈറ്റ്, പിന്നെ ക്ലച്ചിൻ്റെ പെഡലിന് ഭയങ്കരമായിട്ട് പ്ലേ. അപ്പോൾ ഈ ഒരു ഫോർക്കിൽ ഐട്ടനിലെ കംപ്ലയിൻ്റാണ്. ഈ ഒരു ഫോർക്കിൽ ഒരു 2 ബുഷ് വരുന്നുണ്ട്. അതിൽ ഈ ഭാഗത്തൊരു ബുഷ് ഉണ്ടല്ലോ, ആ ബുഷ് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്ലേ ആയിരിക്കും, ഫോർക്കിൽ ഭയങ്കര പ്ലേ ആയിരിക്കും. പിന്നെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴുന്നില്ല, ഭയങ്കര ടൈറ്റും കാര്യങ്ങളുണ്ടായിരിക്കും. ഈ ഫോർക്ക് ഇങ്ങനെ വെറുതെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ആട്ടി കഴിഞ്ഞാൽ നല്ല പ്ലേ കാണിക്കും. അപ്പോൾ അതിനകത്തേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബുഷ് ഉണ്ട്. ആ ബുഷ് ആ ഉള്ളിൽ നിന്ന് നേരെ അങ്ങോട്ട് ഫോർക്കിൻ്റെ ബാക്കിലോട്ട് വരും. ആ സമയത്ത് അവിടെ ഭയങ്കരമായിട്ട് ഗ്യാപ്പ് വന്നതിന് ശേഷം ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ആടി കളിച്ച് കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ പെഡലിൽ ഭയങ്കര പ്ലേ ഉണ്ടാവും. അത് ഫുള്ളായിട്ട് നമുക്ക് ചവിട്ടാൻ പറ്റില്ല. പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ക്ലച്ച് ഡിസെൻഗേജ് ആവില്ല. ആ സമയത്താണ് ഗിയറിൻ്റെ സമയത്ത് ഭയങ്കര ടൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇത് ഐട്ടനിലെ മെയിൻ കംപ്ലയിൻ്റാണ്. നമ്മൾ ഗിയർ ബോക്സ് ക്ലച്ച് മാറുന്ന സമയത്ത് ഈ ഒരു ബുഷ് മാറാറുണ്ടോ, അത് കംപ്ലയിൻ്റ് ഇല്ല എന്നുണ്ടെങ്കിലും അത് അഴിച്ചെടുത്ത് പുതിയ ബുഷ് മാറാറുണ്ട്. പിന്നെ അത് അഴിച്ച് മാറ്റണം എന്നുണ്ടെങ്കിൽ റിലീസ് സ്പ്രിങ്ങിൻ്റെ ഫോർക്ക് ഉണ്ടല്ലോ, ഒരു 14 ബോൾട്ട് ഉണ്ട്, അത് അഴിച്ച് മാറ്റണം. അപ്പോൾ പിന്നെ പണി കിട്ടിയാണ് ആ ബോൾട്ട് അയക്കുന്ന സമയത്ത് ആ ബോൾട്ട് പൊട്ടി അതിനുള്ളിലിരുന്നു. ഇപ്പോൾ ഫോർക്ക് പുറത്തേക്ക് അയച്ചെടുക്കാൻ പറ്റുന്നില്ല. ആ കോലത്തിലായി ബോൾട്ട് പൊട്ടി പകുതി അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. ഇപ്പോൾ ഫോർക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് പുതിയത് ഇനി ഇവിടെ വെക്കണം. ഈ ഫോർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഫോർക്കിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് നേരെ വേറെ ഫോർക്ക് വെച്ച് ഫിറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ ഇത് പൊളിയിൽ നിന്ന് എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ കിട്ടുകയാണെങ്കിൽ പുതിയത് കിട്ടിയാൽ അത് പുതിയ ഫിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ബുഷ് മാറണമെന്നുണ്ടെങ്കിൽ ഇനി ഫോർക്ക് അതിൻ്റെ ഉള്ളിൽ എടുക്കണം. ഫോർക്ക് അയക്കാൻ അതായത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ബോൾട്ട് അയച്ചത് കേട്ടോ. ബോൾട്ട് അയച്ചപ്പോൾ അത് പൊട്ടും ചെയ്തു. ഇതിടയ്ക്ക് ചിലത് കിട്ടാനത്തിന് മുന്നേ അങ്ങനെ പൊട്ടിയിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഏതായാലും ഇത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് വേണം ഇവിടെ ഒരു ബുഷ് ഉണ്ടായിരിക്കും, നേരെ അപ്പുറത്തൊരു ബുഷ് ഉണ്ടായിരിക്കും, ആ ബുഷും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ കൂടെ ഇനി ക്ലച്ച് മാറേണ്ട ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഭയങ്കര ടൈറ്റ് ഉണ്ടായിരുന്നു. പ്രഷർ ടൈറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ക്ലച്ച് ഡിസ്കും കാര്യങ്ങളും റിലീസ് സ്പ്രിങ്ങും കാര്യങ്ങളും മാറുന്നുണ്ട്. പിന്നെ ബുഷും കാര്യങ്ങളും ഫോർക്കും മാറണം. അപ്പോൾ ഫോർക്ക് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ പൊളി ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒറിജിനൽ കിട്ടും. അത് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. നമ്മൾ ഫോർക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫോർക്ക് ഭാഗം വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുള്ളൊന്ന് പോന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ ഫോർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊളിയെന്നല്ല, പുതിയ ഫോർക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് പുതിയ ഫോർക്ക് കേട്ടോ. അതിനുള്ളിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ആ ബുഷും ഫിറ്റ് ചെയ്യണം കേട്ടോ. ആ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷും വരുന്നുണ്ട്. സാധനമുണ്ട്, പ്ലാസ്റ്റിക് ഈ സാധനം കൂടി അതിലേക്ക് സെറ്റ് ചെയ്യണം. വൈറ്റിൻ്റെ ക്ലച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഒരു ബുഷ് കമ്പനി മാറിയിട്ടുണ്ടോ. പിന്നെ അത് ഈ ഗിയർ ബോക്സ് ഇറക്കേണ്ടി വരും. വീഡിയോ കാര്യങ്ങൾ ചെയ്ത് തപ്പി പിടിച്ച് സ്പീഡ് വിട്ടേക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ.